നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അപ്പൊ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പിക്ചിയുടെ കൂടുതൽ വീഡിയോസ് കാണുമെന്നുള്ളത്. ഇന്ന് ഞാൻ ഇതിന്റെ ഒരു ഇന്റർഫേസുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഇന്റർഫേസുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സിമുലേറ്റർ എന്ന് പറയുന്നത്. നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് നമുക്കത് ആഹ്, കാണാൻ പറ്റുന്ന, അതായത് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു വിൻഡോ ആണ് സിമുലേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ പിൻസിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇത് അവൈലബിൾ ആണ്. ഇത് ഡേറ്റ മൂവ് ചെയ്യുന്ന സംഭവങ്ങൾ. അതുപോലെ നമുക്ക് ലോജിക് അനലൈസർ, നമുക്ക് ഈ ഡേറ്റ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഏതാ, എന്ത് ഡേറ്റ ഏതാ അയക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കാണാൻ പറ്റും. അപ്പൊ സർക്യൂട്ട് ബീറ്റ എന്ന് പറയുന്നത് ഇതിനകത്ത് പോയാലാണ് ഇത് ഇവിടെ കാണിക്കുള്ളൂ. ഇവിടെ നമ്മൾ വയറിങ് ഇപ്പൊ പ്രോട്ടീസിലൊക്കെ ഉള്ള പോലെ വയറൊന്നും ചെയ്യണ്ട, നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ അത് വരും. പിന്നെ വയർ ചെയ്യുന്ന ഒരു മോഡൽ ഇതിനകത്തുണ്ട്, അത് ബെയർ മെറ്റലിനാണുള്ളത്. ബെയർ മെറ്റലിന് സിമുലേറ്ററിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വയർ ചെയ്യണം, പ്രോട്ടീസ് പോലെ തന്നെ. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്കിവിടെ സീരിയൽ മോണിറ്റർ അവൈലബിൾ ആണ്. നമുക്ക് സീരിയലിന്റെ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ സീരിയൽ മോണിറ്ററിൽ ഇത് നമുക്ക് കിട്ടും. അതുപോലെ ഇത് നമുക്ക് ഇതാണ് പിക്വിയുടെ ഹോം എന്ന് പറയുന്നത്. സോറി, ഇതാണ് ഹോം. ഹോമിനകത്ത് നമുക്ക് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാനും നേരത്തെ പ്രൊജക്ട് ഓപ്പൺ ചെയ്യാനും അതുപോലെ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന ബോർഡുകൾ കാണാനും അതുപോലെ നമ്മുടെ ലൈബ്രറികൾ ഉണ്ട്. ഇതുപോലെ കണ്ടമാനം ലൈബ്രറി ഉണ്ട് ഇതിനകത്ത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 161 ലൈബ്രറീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം സിമ്പിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിലവിൽ ഇൻസ്റ്റാൾഡ് ആയേക്കുന്ന ലൈബ്രറികൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, കണ്ടോ, ഇത് കണ്ടോ. ഇപ്പം സോഫ്റ്റ്വെയർ PWയും SHD1306ഉം ഇൻസ്റ്റാൾഡ് ആണ്. അതായത് ഈ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രൊജക്റ്റിനകത്ത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്, ഇൻസ്റ്റാൾഡ് ആയെന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡേറ്റ ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ലിങ്ക് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ കൺട്രോൾ പ്ലസ് ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ, അതായത് മൈക്രോ ചിപ്പിന്റെ തന്നെ നേരെ സൈറ്റിലേക്ക് പോവും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തപ്പി നടക്കണ്ട, ഇന്ന ഇത് എവിടെയാണെന്നുള്ളത് തപ്പി നടക്കണ്ട. അതുപോലെ നമുക്കിവിടെ reference.md എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. അത് ഏത് ഐ സി നമ്മൾ സെലക്ട് ചെയ്താലും അത് വരും. അതായത് ഈ ഐ സിയുടെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ എന്തൊക്കെയാണ്, ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് വിളിച്ചാലാണ് എന്തൊക്കെ വർക്ക് ചെയ്യും, എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ നമ്മൾ ഓരോ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ, ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഉണ്ട് സോഫ്റ്റ് PW_reference.md ഉണ്ടാവും. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാ, അതിന്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ് വിളിക്കുന്നത്, ആ ലൈബ്രറിയുടെ ഫംഗ്ഷൻസ് എങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ ഇതുണ്ട് SSD1307, ഇതിനകത്ത് ഏതൊക്കെ ഫംഗ്ഷൻസ് വിളിക്കുന്നത്, എന്തൊക്കെയാ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്ടിന്റെ റെഫറൻസ് ഒരു കണ്ടോ, ഒരു ബട്ടൺ ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ പിൻ മാപ്പ് എന്ന് പറയും. പിൻ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ കോഡിനകത്ത് പോയി തപ്പൂലേ, ഇത് ഇപ്പൊ ഒരു പിന്നെ ഏത് പിന്നാ കണക്ട് ചെയ്തേക്കുന്നത്, ഇപ്പൊ LED അല്ലെ മോട്ടറിലേക്ക് ഇപ്പൊ ഏത് പിന്നാ കണക്ട് ചെയ്തേക്കുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാം. ഇതിൽ വന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോ അത് വയറിംഗ് മോഡിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വയറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണക്ട്, ആക്ച്വലി എന്താണ് അവിടെ കണക്ട് ചെയ്തേക്കുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഇന്റർഫേസുകൾ. ഓക്കെ, ഇനി എന്നാ ഞാൻ പറയാനുള്ളത്, സിമുലേറ്റർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഡിസൈനർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തേക്കാം. കാരണം ഇത് ഒരു 4 GB റാം മിനിമം ഉണ്ടെങ്കിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ലെന്നല്ല, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, സ്റ്റക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിൻഡോ മാത്രമേ എപ്പോഴും എടുത്തു വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബിൽഡ് ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്, ക്ലീൻ ബിൽഡ്, ക്ലീൻ പ്ലസ് ബിൽഡ് പ്ലസ് അപ്ലോഡ്, പിന്നെ സീരിയൽ മോണിറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സിമുലേറ്റർ എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച വിൻഡോ കാണിക്കുന്നത്. അതുപോലെ നമുക്കൊരു ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യാം, അത് ഒരു ക്ലൈന്റ് അല്ല സോറി ഒരു സെർവർ 2-3 ക്ലൈന്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് 2-3 മെഷീൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മെഷീൻസിൽ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. വരും വീഡിയോകളിൽ അത് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയും. അതുപോലെ സിമുലേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സിമുലേറ്ററിന്റെ വിൻഡോ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ വലുതാക്കാം. ഇത് അതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ADC അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഇത് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കാണാം. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യാണ്. അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ഡിസൈനർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വേറൊരു വിൻഡോ ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്ന ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്ത ഇത് ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സേവ് ചെയ്തേക്കുന്നതാണ് ഈ വിൻഡോ ആണ് നമ്മൾ അവിടെ കാണുന്നത്. അതിന്റെ പുറമെ കുറച്ച് ടെക്സ്റ്റ് കൂടെ ഞാൻ ആ കോഡിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഡിസൈനർ എടുക്കുന്ന സമയത്ത് സിമുലേറ്റർ ഓഫ് ആവും, സിമുലേറ്റർ എടുക്കുന്ന സമയത്ത്
ഡിസൈനർ ഓഫ് ആണ്. ഈ ഡിസൈനറിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഓഫ് ആണെന്ന് ഡീഫോൾട്ട് അത് ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടാവും. അത് തന്നെ സേവ് ആവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബിൽഡിംഗ് ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ബിൽഡ് ചെയ്ത് കാണിക്കാം. ഇതാണ് ബിൽഡിംഗ് ആനിമേഷൻ. ഓക്കെ, ബിൽഡ് സക്സസ്ഫുൾ ആയി. ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന നോക്കിക്കോ. ഇത് കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു ബോർഡോടെ കാണിക്കാം. നമുക്ക് കൂടുതലും മൈക്രോ കൺട്രോളിനെ ചെറിയ ചെറിയ ബോർഡുകൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ ബോർഡുകൾ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബിൽഡ് ആവുകയാണ്. അപ്ലോഡിങ്. ഓക്കെ, ഇപ്പൊ ഞാനത് പ്രോഗ്രാമർ ഊരിയിട്ടൊക്കെയായിരുന്നു. ഇപ്പൊ പ്രോഗ്രാമർ നോക്കിയിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കണക്ട് ചെയ്തു. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ പിക്കിറ്റ് 3 ആണ്. ഇനി അപ്ലോഡ് മാത്രം കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്ലോഡ് ആവുന്നുണ്ട്. കണക്റ്റിംഗ് പിക്കിറ്റ് 3. ഓക്കെ, IC ഡിറ്റക്ട് ചെയ്തു. പ്രോഗ്രാം ചെയ്യുവാണ്. പിന്നെ MB ലാബിലെ പോലെ പലതവണ നമ്മൾ പ്രോഗ്രാമർ കുത്തിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ, കണക്ഷനൊക്കെ കറക്റ്റ് ആണെങ്കിൽ പ്രോഗ്രാം കയറും. നമ്മുടെ MB ലാബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മിക്കവാറും സമയങ്ങളിൽ പ്രോഗ്രാം കയറത്തില്ല. നമുക്ക് ഇതൊരു ബാധ്യതയായിട്ട് തോന്നും. കണ്ടോ? ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം കയറി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഡിസ്പ്ലേ ഞാൻ ഹാർഡ്വെയറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോ കൺട്രോളറിൻ്റെ ബോർഡ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്ന ബോർഡാണ്. അപ്പം ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഇത് ഡിസ്പ്ലേയിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന ഒരു മൈക്രോ കൺട്രോളർ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് ഈ OLEDയിലാണ് നമ്മൾ ഡിസ്പ്ലേ ഡിസൈനറിനകത്ത് ചെയ്തത്. ഓക്കെ, പിക്കിറ്റ് 3 കണക്ട് ചെയ്തേക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഒറിജിനൽ ഇതെന്താണെന്ന് കാണിക്കാം. അതായത് സീരിയൽ മോണിറ്റർ എന്ന് പറയുന്ന പാർട്ട്, ഇതാണ് സീരിയൽ മോണിറ്റർ. സീരിയൽ മോണിറ്ററിൽ എങ്ങനെയാണ് വരുന്നത് കാണിക്കാം. ഇതാണ് സീരിയൽ മോണിറ്റർ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കോമ്പോട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന കോമ്പോട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 11 ആണ്. 11 സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഏതാണോ ഇത് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ 15200 ചൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ നമ്മുടെ ഇതിലാണ് സിമുലേറ്ററിൽ കണ്ട സെയിം സംഭവമാണ് ഇവിടെ കാണുന്നത്. കണ്ടോ? പിന്നെ നമുക്കൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സീരിയലിൽ കാണാൻ പറ്റും. കാരണം ഇത് ഓപ്പൺ ആവുന്ന ഒരു വെബ് പേജ് പോലെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിപ്പം ഇവിടെ പോയിട്ട് വീണ്ടും ഒരു സിമുലേറ്റർ ഒരു സീരിയൽ മോണിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ വിൻഡോ ആയിട്ടായിരിക്കും വരുന്നത്. അതൊരു വലിയ ഓപ്ഷനാണ്. പിന്നെ നമുക്ക് 2 മോണിറ്റർ കൊണ്ട് മാറ്റി വെച്ചൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു നമ്മളിതിങ്ങനെ മാറ്റിയിട്ട് കണ്ടോ, ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ 2 വിൻഡോയിൽ നമുക്ക് കാണാൻ പറ്റും. 2 സീരിയലായിരിക്കും കണക്റ്റ് ആയിരിക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ വേറെ, ഇതിപ്പോൾ വേറെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വേറൊരു സീരിയൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, മൊബൈലിലൊക്കെ ഇതിൽ എടുത്തേക്കുന്ന വീഡിയോ വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് VS കോഡിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.